കൊച്ചി കണ്ണങ്ങാട്ട് പാലത്തിൽ നിന്ന് യുവാവ് കായലിൽ ചാടി. ഇടക്കൊച്ചി സ്വദേശി ശ്രീരാഗാണ് ചാടിയത്. തെരച്ചിൽ നടത്താൻ വൈകി എന്നാരോപിച്ച് പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. ശ്രീലക്ഷ്മി പിള്ള വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീലക്ഷ്മി, പ്രതിഷേധം ഇപ്പോഴുമുണ്ടോ? വിവരങ്ങൾ. ഉന്മേഷ്, ഇപ്പോൾ പോലീസ് പ്രതിഷേധക്കാരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുവാവ് കായലിലേക്ക് ചാടി ഇന്ന് 7 മണിയോടെയാണ്. എന്നാൽ 7 മണിക്ക് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടും യാതൊരു തരത്തിലുള്ള തെരച്ചിൽ നടത്താൻ ഫയർഫോഴ്സോ പോലീസോ തെരച്ചിൽ നടത്തിയില്ല. അവർ പ്രധാനമായും പറയുന്നത് തെരച്ചിൽ നടത്താനുള്ള ഒരു സൗകര്യവും അവരുടെ പക്കൽ ഇല്ലെന്നാണ്. ബോട്ടും അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഇല്ലാത്തതിനാൽ, വെട്ടമില്ലാത്തതിനാൽ തെരച്ചിൽ നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാരണത്താലാണ് 3 മണിക്കൂറായിട്ട് ഇവിടെ തെരച്ചിൽ നടത്താത്തത്. അതിനെ തുടർന്ന് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാവുകയുണ്ടായി. നാട്ടുകാർ ഇവിടെ വാഹനങ്ങൾ തടഞ്ഞു വെക്കുകയും അങ്ങനെ വാഹനങ്ങൾ തടഞ്ഞു വെച്ചതോടെ വലിയ ഗതാഗതം കുരുക്ക് ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്ന് പോലീസ് വന്നിട്ട് പ്രതിഷേധക്കാരെ നീക്കുകയാണ് ചെയ്തത്. ശ്രീരാഗ് എന്ന് പറയുന്ന 19 വയസ്സുകാരനാണ് ഇപ്പോൾ കായലിലേക്ക് ചാടിയിരിക്കുന്നത്. സുഹൃത്തുക്കളോടൊപ്പം വന്ന് സുഹൃത്തുക്കളോട് ശ്രീരാഗ് പറയുകയുണ്ടായി തന്റെ കാലിന് ബുദ്ധിമുട്ടുണ്ടാകുകയും അതിനാൽ തന്നെ നമുക്ക് ഇവിടെ നിർത്തണം. കായലിന്റെ അടുത്ത് വന്നപ്പോൾ അവിടെ ബൈക്ക് നിർത്താൻ ആവശ്യപ്പെടുകയുണ്ടായി. സുഹൃത്തുക്കൾ അവിടെ ബൈക്ക് നിർത്തിയതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് തന്നെ ശ്രീരാഗ് എടുത്ത് ചാടുകയാണ് ചെയ്തത്. എന്താണ് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പോഴും ധാരാളം ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് യാതൊരു തരത്തിലുള്ള തെരച്ചിലും ഇവിടെ നടത്താത്തതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. ആളുകൾ പറയുന്നത് ഈ തെരച്ചിൽ നടത്താത്തതിനെ തുടർന്ന് ആളുകൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും വളരെയധികം ഭയമാണുള്ളത്. കാരണം ഈ തെരച്ചിൽ നടക്കേണ്ട സമയത്ത്, യുവാവിന്റെ ഓരോ നിമിഷവും തെരച്ചിൽ നടക്കേണ്ട സമയത്താണ് ഇപ്പോൾ ഇവർ തെരച്ചിൽ നടത്താൻ പറ്റാത്ത, സൗകര്യമില്ലെന്ന് പറഞ്ഞ് തെരച്ചിൽ നടത്താതെ നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമാവുന്നത്. കാരണം പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. നാട്ടുകാർ അവിടെ കൂടി നിൽക്കുന്നു എന്നാണ് ശ്രീലക്ഷ്മി പിള്ള അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.